ABC മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആങ്കറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അനുപമയും കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് കാമുകനുമായിട്ട് ചേർന്നിട്ട് സ്വന്തം മകനെ ഉപദ്രവിച്ചു എന്നുള്ളൊരു കേസിൽ പെട്ടിട്ട് ജയിലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനുപമ തൻ്റെ ഫേസ്ബുക്കിൽ വെളിയിലിറങ്ങിയതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. മകൻ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ, അവനെ ഞാൻ ഉപദ്രവിച്ചിട്ടോ ഒന്നുമില്ല, വന്ന് കിടക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ ഒരു പറയുന്നതിൻ്റെ ഇടയിൽ അവന് നേരെ കൈ ഓങ്ങി. അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നഖം കൊണ്ടായിരുന്നു അവൻ്റെ ദേഹത്ത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ആ ഒരു ആൺ സുഹൃത്തൊന്നും അടിച്ചിട്ടല്ല, ഞാനൊന്നും അടിച്ചിട്ടില്ല. അതൊക്കെ അവൻ കള്ളം പറഞ്ഞതാണ്. അവൻ്റെ അച്ഛൻ്റെ കൂടെ ചേർന്നിട്ട് എല്ലാം നടത്തിയതാണ്. അവൻ്റെ അച്ഛനാണ് ഇതിനെല്ലാം മെയിനായിട്ടുള്ള ഒരു സൂത്രധാരൻ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇവൻ മെയിനായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നാട്ടിലും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്കൂളിലൊക്കെ എപ്പം നോക്കിയാലും മകൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ അവനെ ഞാൻ ഒരു തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, അവന് അമ്മയോട് ഭയങ്കര ഒബ്സഷനാണ് എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് വേറൊരു ആൺസുഹൃത്ത് ഉണ്ടാവുന്നത് പോലും അവന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എല്ലാം അവൻ പ്ലാൻ ചെയ്താണ്. ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കുകയും കൈ കിട്ടുന്നതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയും എന്നുള്ള രീതിയിലെല്ലാം അവൻ ചെയ്തുകൊണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കാരണം എൻ്റെ മകനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു ഞാനെല്ലാം സഹിച്ചത്. പക്ഷേ ഈ രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഇതിനെല്ലാം കൂട്ടുന്നത് അവൻ്റെ അച്ഛനാണ്. ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ദേഷ്യം ഇതുവരെ അദ്ദേഹത്തിന് മാറിയിട്ടില്ല. ആ ഒരു വ്യക്തിയുടെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ സ്വന്തം മകനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ എനിക്കെതിരെ ഇതേ രീതിയിൽ സംസാരിച്ച് ഇതേ കണക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇനി മോൻ നിങ്ങളുടെ കൂടാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അവൻ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം. അതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കത്തില്ല. അവൻ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മകനാണെന്ന് ഒറ്റുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാനൊന്നും അവനെ ഭയങ്കരമായിട്ട് എങ്ങും ആരെടുത്തും വിട്ടുകൊടുക്കാതെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കെതിരെ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പം അതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു അനുഭവം പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനാണോ എന്നുള്ള രീതിയിൽ കൈ കൊണ്ടും നഖം കൊണ്ടാണോ അത്രയും വലിയ മുറിവുള്ളതെന്നൊരു കാര്യമാണ് എല്ലാവരും സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നാൽ ആ ഒരു മകന് അത്ര വലിയ മുറിവ് ഉണ്ടാവും എന്നുള്ള രീതിയിലും ആൾക്കാർ കമൻസിൽ ആ ഒരു പോസ്റ്റിന് താഴെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു.